ഡൽഹിയിൽ ബദൽ അയ്യപ്പ സംഗമം നടത്താനൊരുങ്ങി ഹിന്ദു സംഘടനകൾ. നാളെ ആർ.കെ. പുരം അയ്യപ്പ ക്ഷേത്രത്തിലാകും പരിപാടി. ശബരിമല യുവതീ പ്രവേശനത്തിൽ വയോജന വിധി എഴുതിയ മുൻ ജഡ്ജി ഇന്ദു മൽഹോത്ര തിരിതെളിക്കും. ബൽറാം നുരങ്ങാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോഴുള്ളത് ഡൽഹിയിലെ ആർ.കെ. പുരം അയ്യപ്പ ക്ഷേത്രത്തിലാണ്. നാളെ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കാനിരിക്കെ ഡൽഹിയിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ഒരു ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. മുൻ സുപ്രീം കോടതി ജഡ്ജി ശബരിമല സ്ത്രീ പ്രവേശന കേസിൽ വിഭിന്ന വിധി രേഖപ്പെടുത്തിയ ഇന്ദു മൽഹോത്ര ആയിരിക്കും ഈ പരിപാടിക്ക് തിരി തെളിച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഡൽഹി ഉപമുഖ്യമന്ത്രി പർവേഷ് വർമ്മ, ബാൻസുരി സ്വരാജ് MP അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ, ഒപ്പം തന്നെ വിവിധ സംഘടനാ പ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. നാളെ ആഗോളതലത്തിലുള്ള അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ മനുഷ്യനെ കബളിപ്പിക്കുന്ന കാപട്യക്കാരുടെ ഒരു സംഗമം നടക്കുകയാണ്. അവരുടെ ഉദ്ദേശം രാഷ്ട്രീയമാണ്, അവരുടെ ഉദ്ദേശം സാമ്പത്തികമാണ്. അവരുടെ ഉദ്ദേശശുദ്ധിയുള്ളവരാണെങ്കിൽ 2018 ജയിലിലടച്ച് കേസ് നടത്തി ഇന്നും നിരപരാധികൾ കോടതിയിൽ കയറിയിറങ്ങി നടന്നിട്ട് അവരുടെ ജോലിക്കും അവർക്ക് വെളിയിൽ പോകാനുള്ള പാസ്പോർട്ടും ഒക്കെ കിട്ടുന്നതിന് പോലും അത് ഒരു വിഘാതമായിട്ടിരിക്കുകയാണ്. അവരെ കേസ് പിൻവലിച്ചിട്ട് അവരെ ഒന്ന് സ്വതന്ത്രരാക്കട്ടെ. ഇവരുടെ ഉദ്ദേശശുദ്ധി അപ്പം മനസ്സിലാക്കും, അത് ചെയ്യത്തില്ല. പ്രതിഷേധം എന്ന് പൂർണ്ണമായും പറഞ്ഞുകൂടാ. അതിനോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടും ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ വികസനമാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയ്യപ്പ ഭക്തരെ എങ്ങനെയൊക്കെ സേവിക്കാൻ കഴിയുമോ അതിനുവേണ്ടി സർക്കാർ മുന്നോട്ട് വരണം. ഇപ്പോൾ നടക്കുന്നത് അതല്ല. അതിനു പകരമായിട്ട് കേസിൽ കുടുക്കുകയും മറ്റ് പല രീതികളിലും അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളാണ് അവിടുത്തെ സർക്കാർ എടുത്തു വരുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ 2500ഓളം ആളുകൾ പങ്കെടുക്കും എന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ നേരത്തെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിധിയുടെ ഘട്ടത്തിൽ പ്രതിഷേധം നടത്തിയവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുക, ശബരിമലയിൽ യഥാർത്ഥ വികസനം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ആർ.കെ. പുരം അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.